A+Rooമിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ സർക്കാർ വകുപ്പുകൾ തമ്മിൽ മത്സരമാണ്. പൊതുജനങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊന്നും പരിഗണിക്കാതെ പുതിയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ പല വകുപ്പുകളും പുതിയ നോട്ടീസുകൾ അയക്കാനും ആ നോട്ടീസ് പ്രകാരമുള്ള തുക അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് വ്യാപകമായ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. 25 വർഷം മുമ്പ് ആധാരം രജിസ്റ്റർ ചെയ്തതിൻ്റെ യഥാർത്ഥ വില കാണിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഭൂ ഉടമകൾക്ക് റവന്യൂ വിഭാഗം നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ തുക അടച്ചിട്ടില്ലെങ്കിൽ റവന്യൂ റിക്കവറി നേരിടേണ്ടി വരും എന്നുള്ളതാണ് പുതിയ മുന്നറിയിപ്പ്. ഇത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. 1998 ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്ത പലരും അതെല്ലാം വിറ്റുപോയിട്ട് വർഷങ്ങളായി. പല കൈമാറ്റങ്ങളും നടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള 25 വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഭൂമിയിലാണ് രജിസ്റ്റർ ചെയ്തതിൻ്റെ യഥാർത്ഥ വില കാണിച്ചിട്ടില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള നോട്ടീസ് നൽകുന്നതും അത് ലഭിച്ച ആളുകൾ ഇപ്പോൾ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നതും. വലിയ തുകയാണ് പലരും ഇതിൻ്റെ പേരിൽ അടയ്ക്കേണ്ടി വരുന്നത്. ഈ 4 നൂറ്റാണ്ട് മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ യഥാർത്ഥ വില കാണിക്കാത്തതിനാലാണ് മുദ്രവില ഇനത്തിലും ഫീസ് ഇനത്തിലും കുറവ് കാണിച്ചിട്ടുള്ളതെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നോട്ടീസും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നോട്ടീസ് പ്രകാരം സെറ്റിൽമെൻറ്റ് നടത്തി തുക ഒടുക്കാത്ത പക്ഷം മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരുമെന്നും അല്ലാത്ത പക്ഷം റവന്യൂ റിക്കവറി നടത്തി തുക പിടിച്ചെടുക്കും എന്നുള്ളതാണ് പുതിയ നോട്ടീസിൽ പറയുന്നത്. പലരും സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി എത്തി നെഗോഷിയേറ്റ് ചെയ്ത് തുക കുറവ് വരുത്തി ഈ തുക അടച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 10 സർക്കാർ പുതിയ അണ്ടർ വാല്യുവേഷൻ സെറ്റിൽമെൻറ്റ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇത് പ്രകാരം ജില്ലാ രജിസ്ട്രാർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 60% വരെയും രജിസ്ട്രേഷൻ ഫീസിൽ 75% വരെയും കിഴിവ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 സെൻറ്റ് ഭൂമി വാങ്ങിയവർക്ക് 14,400 രൂപയാണ് കുടിശ്ശിക. കൂടുതൽ ഭൂമി വാങ്ങിയവർക്ക് ഇതിൻ്റെ എത്രയോ ഇരട്ടി തുക ഒടുക്കേണ്ടി വരുന്നു. ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നോട്ടീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സർക്കാരിലേക്ക് ഈടാക്കാനുള്ള മുദ്രവിലയിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് 2024 നവംബർ 19 ഇറക്കിയ ഉത്തരവ് പ്രകാരം പുതിയ നോട്ടീസ് അയക്കുമ്പോൾ ഇതിൽ പൊതുജനങ്ങളാണോ കുറ്റം ചെയ്തത് അതോ സർക്കാർ സംവിധാനം പരാജയപ്പെട്ടതാണോ എന്നുള്ളതാണ്. സർക്കാർ സെറ്റിൽമെൻറ്റ് പദ്ധതി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ നേരിട്ട് ഹാജരായി സെറ്റിൽമെൻറ്റ് പ്രകാരം തുക തീരുമാനമെടുത്ത് അടയ്ക്കുക എന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാതെ ആധാരം ചെയ്യുന്നതിൻ്റെ മുഴുവൻ ബാധ്യതയും ഭൂമിയുടെ ഉടമസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. 25 വർഷം മുമ്പ് ആധാരം ചെയ്ത ഭൂമിയുടെ പേരിൽ ഇപ്പോൾ നോട്ടീസ് അയച്ച് പഴയ തുക ഈടാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ജനകീയ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൂടിയാണ്.
ആളുകൾ അടയ്ക്കാത്തതിൻ്റെ കാരണം അന്ന് അങ്ങനെ അടയ്ക്കാൻ നിർദ്ദേശിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്കിപ്പോൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമുള്ളത്. അന്ന് നിശ്ചയിച്ച തുക അന്നടച്ചു. അന്ന് നിശ്ചയിച്ച തുകയിൽ കുറവുണ്ടെങ്കിൽ അന്ന് അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. അത് ചെയ്യാതെ ഇപ്പോൾ ഈ ബാധ്യത മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തുക പിരിച്ചെടുക്കുക എന്നുള്ള നടപടിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്.